ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതികയുടെ ഫോണിലോട്ട് രാധമ്മയുടെ ഫോൺ കോൾ വരുന്നുണ്ട്. രാധമ്മയാണല്ലോ വിളിക്കുന്നത്. വേണ്ട, ഞാൻ എടുക്കത്തില്ല. അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായി കാണുമെന്ന് എൻ്റെ രാധമ്മയ്ക്ക് അറിയാം. വേണ്ട, ഞാൻ എടുക്കത്തില്ല ഫോണ്. പാവമല്ലേ എൻ്റെ രാധമ്മ. ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ എൻ്റെ രാധമ്മ വിഷമിക്കും. വേണ്ട, ഫോൺ എടുത്തേക്കാം. എന്താ രാധമ്മയെ വിളിച്ചത്? അമ്മയ്ക്കെന്താ മോളെ വിളിക്കാൻ പാടില്ലേ? അതുകൊണ്ടല്ല രാധമ്മ, ഞാനല്ലേ എപ്പോഴും അങ്ങോട്ട് വിളിക്കാറുള്ളത്. രാധമ്മ എന്നെ വിളിക്കാറില്ലല്ലോ. എപ്പോഴും മോള് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരാറുള്ളത്. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നത്? മോള് കയറി വന്നപ്പോൾ കണ്ട കാഴ്ചയെ അത് കണ്ട് മോള് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടൊന്നും ഇല്ല രാധമ്മേ. ഞാനവിടെ വന്നപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യമല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങ് പോന്നതാ. ഞാനിനി അങ്ങോട്ട് വരുമ്പോൾ വിളിച്ച് പറഞ്ഞിട്ടേ വരത്തുള്ളൂ രാധമ്മ. അയ്യോ മോളെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എൻ്റെ ഋതിയ മോൾക്ക് ഇങ്ങോട്ട് വരണ്ടേനെ വിളിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എപ്പോൾ വേണേലും മോൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. രാധമ്മ സങ്കടത്തോടെ പറയുവാണ്. സത്യം പറഞ്ഞാൽ മോളോട് എന്താ സംസാരിക്കേണ്ടത്, എങ്ങനെയാ സംസാരിക്കേണ്ടത് എന്നൊന്നും ഈ രാധമ്മയ്ക്ക് അറിയില്ല മോളെ. അയ്യോ, എൻ്റെ രാധമ്മ കരയുവാണോ? കരയല്ലേ രാധമ്മേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സോറി. ഞാൻ അവിടെ വന്നപ്പോൾ എൻ്റെ സ്ഥാനത്ത് രമ്യ അവിടെ നിൽക്കുന്നതായിട്ട് തോന്നി. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല രാധമ്മേ. എനിക്ക് ഒരുപാട് വിഷമമായി. രാധമ്മ എപ്പോഴും പറയാറില്ലേ, ഞാനല്ലേ രാജുവും ശ്രീലക്ഷ്മിയും പ്രിയയെക്കാളും കൂടുതൽ സ്നേഹമുള്ള രാധമ്മയുടെ മോളെന്ന്. ആ സ്ഥാനത്തപ്പോൾ രമ്യ കണ്ട് എനിക്ക് വിഷമം വരില്ലേ രാധമ്മേ? എൻ്റെ മോളെ തന്നെയാണ് രാജുവേക്കാളും പ്രിയയെക്കാളും ശ്രീലക്ഷ്മിയെക്കാളും മോടെ ഈ രാധമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അതെന്നും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷേ എനിക്കറിയില്ലല്ലോ മോളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കണമെന്ന്. കരഞ്ഞോണ്ട് രാധമ്മ പറയുവാണ്, ദൈവം തീരുമാനിച്ച തീരുമാനങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. നമ്മുടെയൊക്കെ ആഗ്രഹത്തിനൊത്ത് ജീവിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആയേനെ. രാധമ്മയ്ക്ക് സംസാരിക്കാനേ കഴിയുന്നില്ല. രാധമ്മ അങ്ങ് വിങ്ങിപ്പൊട്ടിക്കരയുവാണ്. എനിക്കറിയില്ല എൻ്റെ മോളോട് എന്തു പറയണമെന്ന്. എൻ്റെ മോൾ അവിടെ വന്നിട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഇതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ മാപ്പ് ചോദിക്കാനാണ് വിളിച്ചത്. മാപ്പോ? എൻ്റെ രാധമ്മ എന്തുവായി പറയുന്നേ? സ്വന്തം മക്കളോട് അമ്മമാർ മാപ്പ് ചോദിക്കുവോ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല രാധമ്മേ. രാധമ്മയ്ക്ക് വിഷമം വന്ന പോലെ എനിക്കും വിഷമം വന്നു. അത് നമ്മൾ രണ്ടുപേരും തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറുകയും ചെയ്തു. ഋതിക സങ്കടത്തോടെ ചോദിക്കുന്നു, രമ്യയുടെ വീട്ടുകാർ വന്ന് രാജുവിൻ്റെയും രമ്യയുടെയും വിവാഹത്തെക്കുറിച്ച് ചോദിച്ചല്ലോ. ആ വിവാഹം നിങ്ങൾ ഉറപ്പിച്ചോ? ഋതിക അങ്ങനെ പറഞ്ഞത് കേട്ട് രാധമ്മയ്ക്ക് ഒന്നും പറയാതെ പൊട്ടിക്കരയുവാണ്. ഉടനെ വേണുവേട്ടൻ പറയുക, രാധേ നീ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. നീ ഇങ്ങനെ ഇവിടെ കിടന്ന് കരഞ്ഞേ ആ കൊച്ചിനെയും കൂടെ വിഷമിപ്പിക്കല്ലേ, ഞാൻ സംസാരിച്ചോളാം. അങ്ങനെ വേണുവേട്ടൻ ഋതികയോട് പറയുക, അങ്ങനെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലെന്ന് മേഡത്തിന് അറിയാലോ. എല്ലാം ദൈവം വിധിക്കുന്ന പോലെ നടക്കൂ. ദൈവം എല്ലാം നടത്തി തരും. ദൈവം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെ വിശ്വസിച്ച് പച്ചയായി ജീവിക്കുന്ന മനുഷ്യരാണ് ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് നല്ലത് തന്നതിനോടൊപ്പം ഒരുപാട് മോശകാര്യങ്ങളും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് തീരുമാനിച്ചാലും അതനുസരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. മേഡവും അങ്ങനെ ചിന്തിച്ചാൽ മതി. നടക്കേണ്ടതുപോലെല്ലാം നടക്കും. രാധമ്മയുടെ ഈ വിഷമമൊക്കെ ഒന്ന് മാറുമ്പോൾ അങ്ങോട്ട് വിളിക്കാൻ ഞാൻ പറയാം എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുവാണ്. കരഞ്ഞുകൊണ്ട് രാധമ്മ വേണുവേട്ടനോട് ചോദിക്കുന്നു, എന്താ വേണുവേട്ട, ഋതിക മോളല്ലേ നമ്മുടെ മരുമോള്? ശരിക്കും അവളല്ലേ നമ്മുടെ വീട്ടിലെ മോളായിട്ട് ഇവിടെ ഉണ്ടാകേണ്ടത്? ഞാൻ പറഞ്ഞില്ലേടി, ദൈവത്തിൻ്റെ വിധി എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അവരൊന്നാകാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ രണ്ടുപേരെ ഇഷ്ടമുള്ളവരൊക്കെ അവരൊന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കാതിരിക്കില്ല. പത്മാവതി വേണുവേട്ടനെ വിളിക്കുന്നുണ്ട്. എന്താ പത്മാവതി മേഡം, ഞാൻ കുറേ വിളിച്ചല്ലോ, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ. മേഡം ഇത് എവിടെയായിരുന്നു? മേഡം എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? അത് വേണുവേട്ട, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊരു സംശയം. ഞാനിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനടുത്ത് ആരൊക്കെയോ പുതിയ ആൾക്കാർ വന്ന് എന്നെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കും എൻ്റെ സെർവൻറ്റിനും ഒരു ഭയം. അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരുന്നത്. എന്തായാലും ഋതികമ്മയുടെ കാര്യത്തിൽ എനിക്കൊരു സമാധാനമുണ്ട് വേണുവേട്ട. ദീപക്കുമായിട്ടുള്ള വിവാഹം രാജു ഇടപെട്ടത് മുടക്കിയല്ലോ. എന്നാൽ മേഡം വിവാഹം മുടങ്ങിയത് മാത്രമേ മേഡത്തിന് അറിയാവുള്ളൂ. ബാക്കിയുണ്ടായ സംഭവങ്ങളൊന്നും മേഡം അറിഞ്ഞില്ലല്ലോ.
അയ്യോ എന്താ വേണുവേട്ട, എന്തു പറ്റി? വേണുവേട്ടൻ അപ്പോൾ വിവാഹം മുടങ്ങിയതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ്. രോഹനും അവൻ്റെ വല്യച്ഛനും ചേർന്ന് ഋതിക മേഡത്തിനെ കല്യാണം ആലോചിച്ചതും അതിനുശേഷം രുക്മിണി അവിടെ വന്ന് കരഞ്ഞു നടത്തിയ അഭിനയവും എല്ലാം വേണുവേട്ടൻ അങ്ങോട്ട് പത്മാവതിയോട് പറയുവാണ്. ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായോ വേണുവേട്ട? ഇങ്ങനെയാണ് സംഗതികളുടെ പോക്കെങ്കിൽ എല്ലാം കൈവിട്ടു പോകില്ലേ? എൻ്റെ പ്രതീക്ഷകളെല്ലാം നശിച്ചു പത്മാവതി മാഡം. എല്ലാം ഇനി നേരെയാകണമെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കണം. ഞങ്ങളെ കൊണ്ടാകുന്ന പോലെ ഞാനും രാധയും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഇതുപോലെയല്ലേ നടക്കത്തുള്ളൂ മാഡം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ രാജുവിനെയും ഋതിയെയും കണ്ട് സംസാരിക്കാൻ വേണുവേട്ട. ഞങ്ങൾ ഒരുപാട് തവണ രാജുവിനോട് സംസാരിച്ചതാ മാഡം. പക്ഷേ ഒരു ഫലവും ഉണ്ടായില്ല. മാഡത്തെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. മാഡം ഒന്ന് ശ്രമിച്ചു നോക്ക്. മാഡം, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് മാഡം സൂക്ഷിച്ചോണം. വീടിൻ്റെ പരിസരത്ത് വരെ ആളുകൾ എത്തിയിട്ടുണ്ടെങ്കിൽ മാഡം വളരെ ശ്രദ്ധിക്കണം. അംബികയും ദീപക്കും നിയോഗിച്ചിരിക്കുന്ന ഗുണ്ട അവിടെ ഒളിച്ചു നിന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ ആർക്കോ വിളിച്ച് പറയുന്നുണ്ട്, ആ സ്ത്രീയെ ഞാൻ കണ്ടു, അവരെ ഞാനിനി ഫോളോ ചെയ്തോളാം. ഋതികയാണെങ്കിൽ രോഹന് മെസ്സേജ് ഇട്ട കാര്യോർത്തിങ്ങനെ വിഷമിക്കുവാണ്. രോഹൻ ഇനി അച്ഛനോട് പറഞ്ഞു കാണുമോ? ഇപ്പോൾ അമ്മായിയും കൊണ്ട് അച്ഛൻ ഇങ്ങോട്ട് വരികയും ചെയ്യും. കുറച്ച് ദിവസം കൊണ്ട് അച്ഛൻ എന്നോട് തോന്നിയ സ്നേഹം ഇനി ഇല്ലാതാകുമോ ദൈവമേ? എന്തൊരു മണ്ടത്തരമാണ് ഞാൻ കാണിച്ചത്. അങ്ങനൊരു മെസ്സേജ് അയക്കണ്ടായിരുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതാപൻ്റെ കാറ് വരുന്നുണ്ട്. പ്രതാപൻ കാറിൽ നിന്നിറങ്ങി ഋതികയെ ഒന്ന് നോക്കുന്നുണ്ട്. അത് ദേഷ്യമാണോ സ്നേഹമാണോ എന്നൊന്നും ഋതികയ്ക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഷോക്കേറ്റ് തലയ്ക്ക് കിളിപോയ അംബികയും കൊണ്ട് ദീപക്കും പ്രതാപനും കൂടെ അകത്തോട്ട് കൊണ്ടുവരുവാണ്. യാമിനി ഓടി വന്ന് ചോദിക്കുന്ന, പ്രതാപേട്ട ഡോക്ടർ എന്ത് പറഞ്ഞു? അത് ഹെൽത്ത് ഓക്കെ ആയതുകൊണ്ടാണ് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തത്. നല്ല റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശേഖരേട്ടൻ എവിടെ? അവൻ വിളിച്ചില്ലേ? ഞാൻ അവനെ കുറച്ച് ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അംബികയുടെ കിളി പോയെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ല. ശേഖരനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യാമിനി നീ അത് ഫോൺ ചെയ്ത് ചോദിക്ക്. നിങ്ങൾ എന്നെ അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതോ ഇവിടെ തന്നെ ഇടുവാണോ? അങ്ങനെ പ്രതാപനും ദീപക്കും രാജുവും ചേർന്ന് അംബികയെ റൂമിലോട്ട് കൊണ്ടുപോവാണ്. യാമിനി ചോദിക്കുന്നു, എന്താ മോളെ, നിനക്കെന്ത് പറ്റി? എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ല ചെറിയമ്മേ. സത്യം പറയേ ചെറിയമ്മയോട്, എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ടോ മോള്? ഇല്ല ചെറിയമ്മേ. മൂങ്ങായെപ്പോലെ കുത്തിയിരിക്കുന്ന അംബികയോട് പ്രതാപൻ ചോദിക്കുന്നു, ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചി? തലയുടെ പെരുപ്പൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് പ്രതാപ. പ്രതാപൻ ഉടനെ രാജുവിനോട് പറയുക, രാജു, നമ്മുടെ വീട്ടിൽ ഇലക്ട്രിക്കൽ നോക്കുന്ന അതിൻ്റെ കോൺട്രാക്ടറെ എല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കണം. എന്നിട്ട് എന്തെങ്കിലും മെയിൻ്റനൻസോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് അവരോട് പെട്ടെന്ന് ചെയ്യാൻ പറയണം. ദീപക് ഇത് കേട്ടു നിന്ന് പതറുന്നുണ്ട്. ദൈവമേ, കണ്ടുപിടിക്കുവോ ഞാൻ കൊടുത്തിരിക്കുന്ന ആ കണക്ഷനൊക്കെ? അംബിക പറയുക, പ്രതാപ സോറി, ഞാൻ കാരണം നിനക്ക് ബുദ്ധിമുട്ടായി അല്ലേ? നീ വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലായിരുന്നില്ലേ? ഞാൻ കാരണം അവിടുന്ന് നിനക്ക് വരേണ്ടി വന്നില്ലേ? എന്തുവാ ചേച്ചി പറയുന്നത്? വോട്ട് ചെയ്യുന്ന ജനങ്ങളെ സംരക്ഷിക്കേണ്ട ആളല്ലേ ഞാൻ? ഈ നാട്ടിലെ ജനങ്ങളെ ശ്രദ്ധിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യുന്ന ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയുടെ കാര്യത്തിൽ ഓടി വരാതിരിക്കുമോ? താങ്ക്സ് പ്രതാപ. ചേച്ചി എന്തിനാ ഇങ്ങനെ ഫോർമലാകുന്നത്? ചേച്ചി കിടന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം എന്നും പറഞ്ഞ് രാജുവും പ്രതാപനും അങ്ങ് പോവുകയാണ്. ദീപക് അംബികയോട് ചോദിക്കുന്നു, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ? കുഴപ്പം ഇല്ലയോന്നോ? നീ ഒരു കാര്യം ചെയ്യ്, ആ സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് കൈ വെച്ച് നോക്ക്. ആ സമയത്ത് നിനക്ക് കറണ്ട് അടിക്കും. അപ്പോൾ നിനക്ക് മനസ്സിലാവും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ ശരീരം മുഴുവൻ പെരുത്ത് കയറി ഇരിക്കുക. എനിക്ക് തോന്നി ഞാൻ ഇതോടെ തീർന്നെന്ന്. അമ്മയൊന്ന് സമാധാനിക്ക്. ദൈവാനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ. ആയുസിൻ്റെ ബലം കൊണ്ടൊന്നും പറ്റിയില്ലെന്ന് പറയാം. അച്ഛൻ എന്നെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താണ് അച്ഛൻ്റെ മുഖത്ത് വല്ല വ്യത്യാസം വല്ലതും ഉണ്ടായിരുന്നോ? ഋതിക ഇങ്ങനെ ചിന്തിക്കുവാണ്. അച്ഛൻ എന്നെ ദേഷ്യത്തോടൊന്നും അല്ല നോക്കിയത്, പക്ഷെ സ്നേഹത്തോടെയല്ല നോക്കിയത്. രോഹനിനി അച്ഛനെ വിളിച്ച് പറഞ്ഞോ കാര്യങ്ങളൊക്കെ? ഏയ്, പറഞ്ഞു കാണത്തില്ലായിരിക്കും. പറഞ്ഞെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കില്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ചോണ്ട് നിൽക്കുമ്പോൾ ദാണ്ട വരുന്ന രോഹൻ്റെ കാറ്. ചിരിച്ചോണ്ട് ഋതികയുടെ മുന്നിലോട്ട് വരുന്ന രോഹനെ കണ്ട്, ദൈവമേ, ഇവൻ ഇങ്ങോട്ട് വന്നോ? എന്താ ഋതികേ, താനെന്താ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല. തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അത് കേട്ടപ്പോൾ ഋതിക അങ്ങ് ഞെട്ടിപ്പോയി. ദൈവമേ, രോഹൻ ആ മെസ്സേജ് വായിച്ചിട്ടുള്ള വരവാണല്ലോ. രോഹൻ, അത് എനിക്ക് പറയാനുള്ളത് പറ. എനിക്ക് പറയാനുള്ളത് ഞാൻ രോഹനെ ടെക്സ്റ്റായിട്ട് മെസ്സേജ് ചെയ്തിരുന്നല്ലോ. ഓ, അപ്പോൾ താൻ എനിക്ക് മെസ്സേജ് ചെയ്തിരുന്നല്ലേ? രോഹൻ അപ്പം മെസ്സേജ് കണ്ടില്ലേ? പിന്നെ കാണാതിരിക്കുവോ? അപ്പോൾ രോഹൻ അത് മെസ്സേജ് വായിച്ചില്ലേ? ഋതിക ഒരു മെസ്സേജ് അയച്ചാൽ എനിക്ക് വായിക്കാതിരിക്കാൻ പറ്റുമോ?
എന്നിട്ട് രോഹൻ അത് അച്ഛനോട് പറഞ്ഞോ? വർമ്മ അങ്കിളിനോടോ? ഇല്ല, പറഞ്ഞില്ല. വർമ്മ അങ്കിളിനോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വർമ്മ അങ്കിളിനോട് ഇപ്പം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഋതിക സങ്കടത്തോടെ റോഷനോട് ചോദിക്കുന്നു, റോഷൻ എന്നോട് ദേഷ്യമാണോ? തന്നോട് ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? ഋതികയുടെ മനസ്സിലെ കാര്യങ്ങൾ ഋതിക തുറന്നു പറഞ്ഞു. അതിൽ ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? ശരിയാ രോഹൻ, ദേഷ്യപ്പെടാൻ എന്തിരിക്കുന്നു? ഋതിക ടെൻഷനേ അടിക്കണ്ട, ഞാൻ വർമ്മ അങ്കിളിനോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഋതികെ, പിന്നെ അംബിക ആൻറ്റിക്ക് എങ്ങനെയുണ്ട്? അമ്മായിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അച്ഛൻ അമ്മായിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ അംബിക ആൻറ്റിയെ ഒന്ന് കണ്ടിട്ട് പ്രതാപൻ അങ്കിളെയും കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് രോഹൻ മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഋതിക ഭയങ്കര സന്തോഷത്തിലാണ്. ദൈവമേ, ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, രോഹൻ നല്ലവനാ, ഒരു കാര്യവും അച്ഛനോട് പറയത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി തടസ്സമായിട്ട് രോഹൻ വരില്ല. എൻ്റെ ദൈവമേ, ഞാൻ ഓർത്ത് രോഹൻ്റെ ചാപ്റ്റർ വലിയ തലവേദനയാകുമെന്ന്. ഇത്ര സിമ്പിളായിട്ട് തീരുമെന്ന് ഞാൻ ഓർത്തില്ല. നന്ദിയുണ്ട് ദൈവമേ എന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ സന്തോഷിച്ചിരിക്കുവാണ്. ദീപക് ഇങ്ങനെ അംബികയെ നോക്കി ഇരിക്കുവാണ്. അമ്മയോട് പറയണോ ദിവ്യയെ ഷോക്കടിപ്പിക്കാൻ വേണ്ടി ഞാനങ്ങനെ ചെയ്തതാണെന്ന്? പറഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടാവുമോ? അയ്യോ വേണ്ട, ഇപ്പോൾ ഷോക്കേറ്റതിൻ്റെ വേദനയിലിരിക്കുക. ഇനി അതുകൂടെ കേട്ട് കഴിയുമ്പോൾ ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞു തുള്ളിയാലോ? അപ്പോഴങ്ങോട്ട് രോഹൻ അംബികയെ കാണാൻ വരുന്നുണ്ട്. രോഹനെ കാണുന്നതിൽ ദീപക്കിന് അത്രയ്ക്ക് പോരാ. കാരണം ഇവൻ ഋതിയെ കല്യാണം കഴിക്കാൻ നടക്കുമല്ലേ. ആൻറ്റിക്കിപ്പോൾ എങ്ങനെയുണ്ട് ദീപക്കെ? അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് ആൻറ്റി? ആൻറ്റി ഓക്കെ ആയോ? ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ല മോനെ. അല്ല ദീപക്കെ, ആൻറ്റിക്ക് എന്താണ് യഥാർത്ഥത്തിൽ പറ്റിയത്? അത് അമ്മയ്ക്കൊരു ഇലക്ട്രിക് ഷോക്ക് ഏറ്റതാ. രോഹൻ പറയുക, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ആൻറ്റി? ആൻറ്റിക്കാണെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിൽ വലിയ ശ്രദ്ധയാണല്ലോ. പിന്നെന്താ ആൻറ്റി ഇങ്ങനെ ശ്രദ്ധയില്ലാതായി പോയത്? പറഞ്ഞിട്ടിനി എന്താ കാര്യം? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അല്ല ദീപക്കെ, നിന്റെ ഭാര്യയും കുഞ്ഞും എവിടെ? രോഹൻ അങ്ങനെ ചോദിച്ചതും അവിടെ ഒരു പൊട്ടിത്തെറി പോലെ ദീപക്കൊരു ഞെട്ടലും അംബികയുടെ തുറിച്ചൊരു നോട്ടവും. അപ്പോൾ ഫ്രണ്ട്സ്, രോഹൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. രോഹൻ ഇനി പ്രതാപവർമ്മയെ കണ്ട് ഋതികയുടെ മെസ്സേജിനെ കുറിച്ച് പറയുമോ, ഋതികയും രാജുവായിട്ടുള്ള വിവാഹം നടത്താൻ ഒരുങ്ങുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.